മനോഹരമായ കക്കാടംപൊയിൽ എന്ന മിനി ഊട്ടിയിലേക്ക് എന്റെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അങ്ങനെ അലസമായ ഒരു പകലിൽ ഞാൻ കക്കാടംപൊയിലേക്ക് യാത്ര തിരിച്ചു. പകൽ 11 മണി കഴിഞ്ഞ് 30 മിനിറ്റിന്. നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു KSRTC ഓർഡിനറി ബസ് എനിക്ക് ലഭിച്ചു. തിരക്കേറിയ നിലമ്പൂർ റോഡിലൂടെ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നു. നിലമ്പൂർ സാംസ്കാരിക നായകന്മാർ, സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള പ്രശസ്തരായ ആളുകളും മജീഷ്യൻസും ഫുട്ബോൾ കളിക്കാരും അതുപോലെ എല്ലാ രീതിയിലുള്ള ആളുകളും താമസിക്കുന്നു പട്ടണമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. 2015 ശേഷം നിലമ്പൂരിൽ ഒരുപാട് പുരോഗമനങ്ങൾ വന്നിട്ടുണ്ട്. ഗതാഗത മന്ത്രിയായിരുന്ന ആര്യാടാൻ നിലമ്പൂരിന്റെ ഒരു സംഭാവനയാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ആയിരുന്ന PV അൻവർ, മജീഷ്യൻ മുതുകാട് നിലമ്പൂർ ആയിഷ, നിലമ്പൂർ ഷാജി. അങ്ങനെ ആ പട്ടിക നീണ്ടുപോകുന്നു. സാംസ്കാരിക രംഗത്തും കലാരംഗത്തും നിലമ്പൂർ കേരളത്തിന് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് തന്നെ നിലമ്പൂർ പ്രശസ്തമായ ഒരു പട്ടണമാണ്. സാമൂതിരിയുടെ സാമന്തന്മാരായിരുന്ന നിലമ്പൂർ കോവിലകം തമ്പ്രാക്കന്മാർ ചരിത്രത്തിൽ പ്രശസ്തരാണ്. അവരുടെ സംഭാവനകൾ നിലമ്പൂരിന് സാംസ്കാരികമായും മറ്റും വളരെ രീതിയിൽ സഹായിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ ട്രെയിൻ സ്റ്റേഷൻ, മാനവേദൻ ഹൈസ്കൂൾ എന്ന് വേണ്ട ഒരുപാട് സംഭാവനകൾ കോവിലകത്തിന്റെ മേൽനോട്ടത്തിൽ നിലമ്പൂരിൽ സ്ഥാപിക്കപ്പെട്ടു. മഴക്കാലമായതിനാൽ യാത്ര വളരെ രസകരവും അതുപോലെ തന്നെ മനോഹരമായിരുന്നു. വഴിയിലൂടെ നീളം ഹരിതാഭ നിറഞ്ഞ കാഴ്ചകളും വഴിയാത്രക്കാരും ഗ്രാമീണരും ഒക്കെയായിട്ട് വളരെ രസമുള്ള ഒരു അനുഭവം തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കക്കാടംപൊയിൽ എന്ന് പറയുന്നത് ഒരു ഹൈ റേഞ്ച് മലയോര മേഖലയാണ്. നിലമ്പൂരിൽ നിന്നും ചന്തക്കുന്ന് വഴി റൈറ്റ് ടേൺ ചെയ്തു ആദ്യം നമ്മൾ എരഞ്ഞിമങ്കാട് വന്നു. അകമ്പാടം എന്നൊരു അങ്ങാടിയിൽ എത്തുന്നു. അതിന്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ജീപ്പ് സർവീസും ലഭ്യമാണ്. ഗ്രാമീണമായ ഈ മാർക്കറ്റ് കാഴ്ച അടിപൊളിയാണ്. കാർഷിക വൃത്തി കൊണ്ട് ജീവിച്ചു പോവുന്ന ഒരു ഗ്രാമീണ നാട്ടിൻപുറം. ഹൈറേഞ്ച് കയറ്റം ആരംഭിച്ചു. എടിവണ്ണ എന്ന സ്ഥലത്ത് നിന്നും ഒരു പാലം കടന്നിട്ട് വേണം മല കയറ്റം ആരംഭിക്കുന്നത്. കുത്തനെയുള്ള കയറ്റം, പുറം കാഴ്ചകൾ അതിമനോഹരം. പക്ഷേ ഇപ്പോൾ അവിടെ തകൃതിയായി റോഡ് പണി നടന്നു. റോഡ് കുറുകെയിട്ട് JCB കൊണ്ട് പണി നടക്കുന്നു. ഹെവി ലോഡ് ലോറികൾ യാത്ര തടസ്സപ്പെടുത്തി കുറുകെ ഇട്ടിരിക്കുന്നതും കാണാം. അതും ഈ പൊരിഞ്ഞ മഴക്കാലത്ത്. കഴിഞ്ഞ വേനലിൽ തുടങ്ങിയ റോഡ് പണി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു. നമ്മുടെ നാടിന്റെ ദുരവസ്ഥ എത്ര മോശമല്ലേ. മഴക്കാലമായതിനാൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നാമം അവശേഷിച്ചിരിക്കുന്നു. വളരെ വീതി കുറഞ്ഞതുമായ ഈ റോഡിലൂടെ കുത്തനെയുള്ള മലകയറ്റം കയറൽ ഡ്രൈവർക്ക് വളരെയധികം റിസ്ക് പിടിച്ച ഒരു പണി തന്നെയാണ്. പക്ഷേ സ്ഥിരമായി ഈ റൂട്ടിലൂടെ വണ്ടിയോടിക്കുന്ന ഡ്രൈവർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല എന്ന മട്ടിലാണ് തോന്നുന്നത്. അങ്ങനെ അവസാന വ്യൂ പോയിന്റ് ആയ S വളവ് എത്താറായിരിക്കുന്നു. അവിടെ ഇറങ്ങി അവിടത്തെ പ്രകൃതി മനോഹാരിത ഷൂട്ട് ചെയ്യാൻ KSRTC ബസ്സിൽ ആയതുകൊണ്ട് സാധിക്കുന്നില്ല. തൽക്കാലം ബസ്സിൽ നിന്നുമുള്ള കാഴ്ച കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊള്ളുക. വളരെ സച്ചന്ത സുന്ദരമായ പ്രദേശങ്ങളും മാമലകളും വെള്ളച്ചാട്ടങ്ങളും അതുപോലെ നീർത്തടങ്ങളും കാഴ്ചകളുടെ ഒരു മനോഹര തീരം നമുക്കായി ഒരുക്കുന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടം.
അവിടെ കക്കാടംപൊയിലിൽ നിന്നും ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്ന ദൂരത്തിലുള്ളതാണ്. മാത്രമല്ല അവിടെ ഒരു 7 കിലോമീറ്റർ കൂടി പോയാൽ കുരിശുമല, ഒരു വലിയ മലയും കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ മുകളിലായിട്ട് ഒരു കുരിശു നാട്ടിയിട്ടുണ്ട്. ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന്റെ മുകളിൽ കയറിയാൽ വളരെ നയന മനോഹരമായ പുൽമേടുകളും മാമലകളുടെ ദൂരക്കാഴ്ചകളും വളരെ ഭംഗിയായി ആസ്വദിക്കാൻ സാധിക്കുമവിടെ ട്രെക്കിംഗ് ജീപ്പുകൾ ലഭ്യമാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇതിലും മനോഹരമായ സ്ഥലം മലപ്പുറം ജില്ലയിൽ കോഴിക്കോടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥിതിക്ക് ഈ ഒരു സ്ഥലം ഒഴിച്ചാൽ വേറെ മറ്റൊന്ന് ഇല്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല പഴശ്ശിരാജയുടെ കാലത്തു ഉണ്ടാക്കിയ ഒരു പുരാതന ഗുഹയും ഇവിടെയുണ്ട്. ഇതിന് തൊട്ട് തെന്നെയായിട്ടാണ് വയനാടും സ്ഥിതി ചെയ്യുന്നത്. ചാലിയാർ പുഴയുടെ ഉത്ഭവം വെള്ളരി മലയിൽ നിന്നുമാണ്. ചൂരൽ മല ഉരുൾപൊട്ടൽ സമയത്ത് ഇതിലൂടെയാണ് എണ്ണമറ്റ ശവശരീരങ്ങൾ ചാലിയാറിലേക്ക് ഒഴുകി വന്നത്. കുടിയേറ്റ മേഖല കൂടിയായ ഈ പ്രദേശം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കുടിയേറി പാർത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ധാരാളം റിസോർട്ടുകൾ, ഹോട്ടലുകൾ എന്നിവ സ്ഥാപിതമായി കഴിഞ്ഞു. എന്തുകൊണ്ടും നമ്മുടെ വിനോദം സഞ്ചാര മേഖലയിൽ ഒരു പുതിയ മാറ്റം തന്നെ വരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. മനോഹരിയായ ഈ കക്കാടംപൊയിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ബസ് അവിടെ എത്തിയപ്പോൾ സമയം 1:15 ആയിരുന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വല്ലാതെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഈ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ എന്നെ ഇവിടെ ഇറങ്ങാൻ പ്രേരിപ്പിച്ചു. വിദൂരതയിൽ വെള്ളി മേഘങ്ങൾ നിറഞ്ഞ നീലാകാശം, തണുത്ത കാറ്റ്. അപ്പോ ആ മലയുടെ താഴ്വരയുടെ മുകളിലൂടെ അലഞ്ഞു നടക്കാനാണ് മനസ്സ് തോന്നിപ്പിച്ചത്. അവിടെ ജംഗ്ഷനിൽ ഒരു ചായക്കടയിൽ നിന്നും ചൂട് ചായയും പഴം പൊരിയും കഴിച്ചു. ഈ പ്രകൃതി വിസ്മയത്തിൽ ഞാൻ അലിഞ്ഞു ചേർന്നു മതിവരോളം. പിന്നെ തിരിച്ചു നടന്നു. ബസ് സ്റ്റാൻഡിൽ നിന്നും തിരുവമ്പാടി വഴി നാട്ടിലേക്ക് വണ്ടി കയറി. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു. എക്സ്പ്ലോറിംഗ് ഹൊറൈസൺ.